പ്രിയ ദേശനിവാസികളെ, നിങ്ങൾക്ക് ഇന്നേ വരെ ലഭിച്ചിട്ടില്ലാത്തൊരു അറിവ് ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. അതെന്തായിരിക്കും ആ അറിവ്? നമുക്ക് ഒത്തിരി അറിവുകളുണ്ടല്ലോ. നമ്മൾ വിദ്യാഭ്യാസമുള്ളവരാണെങ്കിൽ ലോകത്തെ പറ്റി അറിയാം. അനേക ജോഗ്രഫിക്കലായിട്ട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഇംഗ്ലീഷ്, മലയാളം, സാഹിത്യമൊക്കെ നമുക്കറിയാം. നമ്മളെന്താണ്, പലരും ബുദ്ധിയുള്ളവരും പലരും ചിന്തിക്കുന്നവരും ഒക്കെയുമാണ്. എങ്കിൽ നിങ്ങൾക്ക് ഇന്നേ വരെ കിട്ടിയിട്ടില്ലാത്ത ഒരു അറിവ് ഞാൻ പറയുന്നത് എന്തെന്നാൽ, പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അതൊരു നല്ല അറിവല്ലേ? ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ആ ഒരു അറിവ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഭൂമിയിലെ ദുഃഖങ്ങളെ, ഈ ഭൂമിയിലെ കണ്ണുനീരുകളെ നമുക്ക് സന്തോഷമാക്കി തീർക്കുവാൻ കഴിയും. എന്താണ്? ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള അറിവ്. അപ്പോൾ ദൈവം ആരാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയോ, അവൻ ആരാണെന്ന് നമ്മൾ അന്വേഷിക്കുവാണെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ദ്രവിച്ചു പോകാത്തവനായിരിക്കണം. എന്നുവെച്ചാൽ മണ്ണിൽ അലിഞ്ഞു തീരാത്തവനാരോ അവനാണ് ദൈവം. രണ്ട്, ഈ ദൈവത്താൽ അത്ര ലോകമുളവായി വന്നത്. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവനായിരിക്കണം ദൈവം. ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ചവൻ മാത്രമല്ല, അതിനെ ഓരോ ദിവസവും പരിപാലിക്കുന്നവനായിരിക്കണം. പിന്നെയോ, നമ്മളോട് സംസാരിക്കുന്നവനും നമ്മളോട് വാക്ക് പറയുന്നവനും, വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാലിപ്പാൻ ശക്തനും എന്നേക്കും ജീവിക്കുന്നവരുമായിരിക്കണം ദൈവം. അങ്ങനെ ഒരു വ്യക്തി പറയുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും ഉള്ളവനും എന്നേക്കും ജീവിക്കുന്നതിനുമായിരിക്കുന്ന ഈ ദൈവം ആരാണ്? പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പറഞ്ഞു വരുന്നതിന്റെ സാരം എന്താണ്? യേശു ക്രിസ്തുവിനെ പറ്റി. അവൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ കടന്നു വന്ന് അവൻ കഠിനമായിരിക്കുന്ന പീഡകളേറ്റ് മരിച്ചു. അത് നിങ്ങൾക്കറിയാം. എന്നാൽ അവൻ ഉയർത്തെഴുന്നേറ്റു. മരണത്തെ ജയിച്ച് അവൻ എഴുന്നേറ്റു. അവൻ ദ്രവിച്ചു പോയില്ല. ദ്രവത്വം കാണുവാൻ കഴിഞ്ഞതുമില്ല. അവൻ ഇനി മടങ്ങി വരാൻ പോവുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം എന്ന് പറഞ്ഞാൽ അവൻ ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ളവനും ഇപ്പോൾ ലോകമുള്ളപ്പോൾ ഉള്ളവനും ലോകാവസാനത്തിന് ശേഷം ഉള്ളവനുമായിരിക്കണം. ഉണ്ടായി വന്നതോ ഉണ്ടാക്കപ്പെട്ടതോ ദൈവവുമല്ല. അപ്പോൾ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം ചിന്തിക്കും, എടാ, ഇത് ക്രിസ്ത്യാനികളുടെ ദൈവമല്ലയോ? അല്ല പ്രിയപ്പെട്ടവരെ. ക്രിസ്ത്യാനികൾക്കായിട്ടൊരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം ദൈവമേ അല്ല പ്രിയപ്പെട്ടവരെ. പിന്നെയോ, ദൈവം സകല ജഡത്തിന്റെ ദൈവമാണ്. ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും മഴ അയക്കുന്നവനാണ്. അവൻ എല്ലാവരെയും സ്നേഹിക്കുന്നവനാണ്. പക്ഷപാതമില്ലാതെ, പക്ഷഭേദമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുന്നവനായിരിക്കണം ദൈവം. അല്ലെങ്കിൽ എന്താണ്? വെളുത്തവനോട് സ്നേഹം, കറുത്തവനോട് വെറുപ്പ്. നമ്മൾ ഉന്നത കുലജാതന്മാരെന്നും അധകൃതമെന്നൊക്കെ നമ്മൾ പേരിട്ടത്. ഇതൊന്നും ദൈവത്തിന്റെ കോടതിയുടെ മുമ്പിലില്ല. അപ്പോൾ ഈ ദൈവത്തിനെ പറ്റി ഞാൻ അല്പനേരം സംസാരിച്ചോട്ടെ.